സിനിമകളുടെ തുടക്കത്തിലും ഇടയ്ക്കുമൊക്കെ കാണുന്ന ഈ ഒരു ആൽക്കഹോളിക് സാനിറ്ററി വാർണിംഗ് കൊണ്ടുവന്നതിന് അമിതാഭ് ബച്ചന്റെ വരെ എതിർപ്പ് സമ്പാദിച്ച ഒരു യൂണിയൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വിശ്വസിക്കപ്പെടത്തുള്ളൂ. ആ ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് 30 days 30 സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കലും നമസ്കാരം. അപ്പോൾ 30 ദിവസമാണ് 30 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. 2004-2009 കാലഘട്ടത്തിലെ ഇന്ത്യയിലെ UP ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ അൻബുമണി രാമദോസ് ആണ് ഈ ഒരു കാര്യം കൊണ്ടുവന്നത്. അദ്ദേഹം 2005 കംപ്ലീറ്റ് ബാനുമായിട്ടാണ് പ്രഖ്യാപനം നടത്തിയത്. അതായത് ആൽക്കഹോൾ വേണ്ട സിനിമയിൽ, അതുപോലെ തന്നെ സ്മോക്കിംഗ് വേണ്ട, അങ്ങനെ ഒരു കാര്യങ്ങളും വേണ്ട. പക്ഷേ എങ്കിൽ ഇതിനെതിരെ ശക്തമായി തന്നെ അദ്ദേഹത്തിന് എതിർപ്പുകൾ വരാൻ തുടങ്ങി. സംവിധായകനായിട്ടുള്ള മഹേഷ് ഭട്ടും സാക്ഷാൽ അമിതാഭ് ബച്ചൻ വരെ ഇതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. അങ്ങനെ 2009 കൂടി സുപ്രീം കോടതി പറയാണ് ഇതിന് ഒരു കംപ്ലീറ്റ്ലി ബാൻ കൊണ്ടുവരാൻ സാധിക്കില്ല, പകരം ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കൊടുക്കാമെന്നുള്ളത്. 2012 കൂടിയിട്ട് ഇതേപോലുള്ള രംഗങ്ങളിൽ മാത്രമല്ല, പകരം സിനിമയുടെ തുടക്കത്തിൽ ഏകദേശം 30 സെക്കൻഡ് ദീർഘം വരുന്ന ഡിസ്ക്ലെയിമർ കൂടി ഉൾപ്പെടുത്താനേ തുടങ്ങി. അതിന് ഉത്തരവ് വന്നു. സിനിമകൾ എന്നുള്ളത് വലിയ എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആണ്. അപ്പോൾ അതിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസാണ്. ഡു ഫോളോ.